ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻവെസ്റ്ററായി കൺസിഡർ ചെയ്യുന്ന രാകേഷ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതെല്ലാം കമ്പനികളുടെ ഷെയർസ് ഉണ്ടെന്നും അതിൽ എത്ര പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നും അതുപോലെ ആ കമ്പനിയുടെ ബിസിനസ് എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. രാകേഷ് ജുൻജുൻവാലയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രോഫിറ്റ് നൽകിയ സ്റ്റോക്കുകളും അതിന്റെ സെലക്ഷനെ കുറിച്ചുമാണ്. 1986 അദ്ദേഹത്തിന് വലിയ പ്രോഫിറ്റ് നേടിക്കൊടുത്ത ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ടാറ്റ ടീ ആയിരുന്നു ആ ഒരു സ്റ്റോക്ക്. അന്ന് ഏകദേശം 43 രൂപക്കായിരുന്നു ജുൻജുൻവാല 1986 ആ സ്റ്റോക്ക് വാങ്ങിയത്. 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്റ്റോക്കിൽ ഒരു റാലി സംഭവിക്കുകയും 143 രൂപയിലേക്ക് സ്റ്റോക്ക് വാല്യൂ എത്തുകയും ചെയ്തു. അങ്ങനെ അന്ന് രാകേഷ് ജുൻജുൻവാല സ്വന്തമാക്കിയ ടാറ്റ ടീയുടെ 5000 സ്റ്റോക്കുകൾ സെൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് നേടുകയായിരുന്നു. ഈ ബൈയിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം അന്ന് ടാറ്റ ടീയുടെ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ആ കമ്പനിയിൽ വളരെ വലിയ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അവരുടെ പല എസ്റ്റേറ്റുകളിലും സമരങ്ങൾ നടന്നുകൊണ്ട് ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. 1986 മുതൽ 1989 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജുൻജുൻവാല ഏകദേശം 25 ലക്ഷം മുതൽ 30 ലക്ഷത്തോളം ലാഭം ഉണ്ടാക്കിയിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സെലക്ട് ചെയ്ത സ്റ്റോക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു സെക്ടറിന്റെ വേഴ്സ്റ്റ് ടൈമിൽ ആ സെക്ടറിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയും ആ സെക്ടറിൽ ഒരു റിക്കവറി സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ലാഭം നേടുകയുമായിരുന്നു രാകേഷ് ജുൻജുൻവാല എന്ന ഇൻവെസ്റ്ററുടെ സ്ട്രാറ്റജി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാകേഷ് ജുൻജുൻവാലയ്ക്ക് അടുത്തൊരു വലിയ നേട്ടം സമ്മാനിച്ചത് അദ്ദേഹം സി ഗോവ എന്ന കമ്പനിയിലെ 4 ലക്ഷം ഷെയറുകൾ 1 കോടി രൂപക്ക് വാങ്ങിയപ്പോഴായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ വാങ്ങിച്ച ഷെയറുകളിൽ 2.5 ലക്ഷം ഷെയറുകളോളം 65 രൂപക്കാണ് അന്ന് സെൽ ചെയ്തത്. ബാക്കിയുള്ള ഷെയറുകളിൽ 1 ലക്ഷം ഷെയറുകൾ 125 രൂപക്കും അദ്ദേഹം സെൽ ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന 50,000 ഷെയർസ് അദ്ദേഹം സെൽ ചെയ്തത് ഏകദേശം 2200 രൂപക്കായിരുന്നു. ഇതോടെ ജുൻജുൻവാല ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ തന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്ററായി മാറുകയും കൂടുതൽ ക്യാപിറ്റൽ സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ഓരോ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ടത് ഈ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കാലഘട്ടത്തിൽ ഈ കമ്പനികൾ ഫണ്ടമെന്റലി അതുപോലെ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരുന്നു. രാകേഷ് ജുൻജുൻവാലയെ പോലുള്ള ഒരു ഇൻവെസ്റ്റർ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു കറക്ഷൻ വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റികൾ സൃഷ്ടിച്ചത്. ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ജുൻജുൻവാലയ്ക്ക് 3% മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളെ കുറിച്ചാണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കിൽ ജുൻജുൻവാലയ്ക്ക് 3.08% ഓഹരികളാണുള്ളത്. അതുപോലെ ഈ കൊറോണ കാലത്ത് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തപ്പോൾ 0.18% പുതിയ ഷെയറുകൾ അദ്ദേഹം ഈ സ്റ്റോക്കിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഇന്നത്തെ വിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 333 കോടി രൂപയോളം വരും. ഇനി ഫെഡറൽ ബാങ്കിനെ കുറിച്ച് പറയാം. ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് പ്രധാനമായും സൗത്ത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്കാണ്. മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു ബാങ്ക് കൂടിയാണിത്. ഫെഡറൽ ബാങ്ക് രാകേഷ് ജുൻജുൻവാലയുടെ ഇൻവെസ്റ്റ്മെന്റിന് നല്ല റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഫെഡറൽ ബാങ്കിനെ കുറിച്ചുള്ള ഡീപ് സ്റ്റഡി ചെയ്ത വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആ വീഡിയോ കാണുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി ഈ ബാങ്കിന്റെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫെഡറൽ ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്നത് 10,000 കോടിയോളമാണ്. കാസ റേഷ്യോ എന്ന് പറയുന്നത് 32.40% ആണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 199.34 കോടി ഷെയർസ് ആണ്. PE റേഷ്യോ 7.13 ആണ്. PB റേഷ്യോ നോക്കുമ്പോൾ 0.76 ആണ്. ഡിവിഡൻഡ് യാൾഡ് 2.51% ആണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 72.81 റുപ്പീസ് ആണ്. ലാസ്റ്റ് 5 ഇയർ ROE നോക്കുമ്പോൾ അത് 9.51% ആണ്. 5 ഇയർ ROE എന്നത് 0.83% ആണ്. 5 ഇയർ നെറ്റ് NPA എന്നുള്ളത് 1.36% ആണ്. NIM എന്ന് പറയുന്നത് 2.84% ആണ്. അഡ്വാൻസ് ഗ്രോത്ത് 19.86 ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ കോസ്റ്റ് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് 5.07% ആണ്. CAR റേഷ്യോ എന്ന് പറയുന്നത് 14.14 ആണ്. ഇവിടെ പറഞ്ഞ ഡാറ്റകളൊക്കെ തന്നെ ഒരു ആവറേജ് ഡാറ്റയാണ്. പക്ഷേ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഫെഡറൽ ബാങ്ക്. അത് ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായും അറിയാവുന്ന ഒന്നാണ്. ഇനി ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2015 മുതലുള്ള ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. 7,419 രൂപയാണത്. 2015 മുതൽ അത് ഇയർ ഓൺ ബേസിൽ വർദ്ധിപ്പിക്കാൻ ഈ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ടോട്ടൽ പ്രൊവിഷൻസ് നോക്കുമ്പോൾ അതിൽ ഒരു ഇൻക്രീസ് ഉണ്ട്. പക്ഷേ അത് ഈ ബാങ്കിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്.
അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും, അത് വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്, അതും ഒരു പോസിറ്റീവ് കാര്യമാണ്. EPS ൽ ഒരു വർധനവ് കാണാം. ഇനി ഈ ബാങ്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്നുള്ളത് ഇവർ 4000 കോടിയോളം റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ IFLIC ൽ ഇവരുടെ സ്റ്റേക്കുകൾ വർദ്ധിപ്പിക്കാൻ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്, അതും പോസിറ്റീവായി നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തതായി ജുൻജുൻവാലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനി ആനന്ദ് രാജ് ആണ്. ഇവർ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആണ്. ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969ലാണ്. റിയൽ എസ്റ്റേറ്റ്, സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനി കൂടിയാണിത്. ജുൻജുൻവാലയ്ക്ക് ഈ കമ്പനിയിൽ ഏകദേശം 3.39% ഹോൾഡിംഗ്സ് ആണുള്ളത്. അത് ഏകദേശം 24 കോടി രൂപയോളം വരും. ഏകദേശം 1 കോടി ഷെയർസ് ആണ് അദ്ദേഹം ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ കമ്പനിയുടെ ചില ഡാറ്റകൾ നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് ക്യാപ് ഏകദേശം 714 കോടി രൂപയാണ്. അതുപോലെ ഈ സ്റ്റോക്കിന്റെ ഡെബ്റ്റ് എന്ന് പറയുന്നത് 2797 കോടി രൂപയാണ്. EPS 3.90 ആണ്. ROE നോക്കുമ്പോൾ 1.27%, ROCE 1.89%. നമ്പർ ഓഫ് ഷെയർസ് എന്നത് 29.51 കോടിയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.17 ആണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ഗ്രോത്ത് 5 years എന്ന് പറയുന്നത് 0.69% ആണ്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 5 years നോക്കുമ്പോൾ -7.91% ആണ്. അതുപോലെ ROE എന്ന് പറയുന്നത് 1.87%, ROCE എന്ന് പറയുന്നത് 2.62% ഫോർ 5 years. ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി ഈ കമ്പനിയിൽ ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ദൃശ്യമാകുന്നുണ്ട്. ഇതിൽ നിന്നും കാണാം കഴിഞ്ഞ ഒരു വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 4.2ഉം പ്രോഫിറ്റ് ഗ്രോത്ത് നെഗറ്റീവിൽ നിന്നും ഏകദേശം 0.74%. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2.07 ആണ്. അത് ഒരു ചെറിയ കൺസേൺ ഉള്ള കാര്യമാണ്. ഇനി ഈ ഡാറ്റയിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് ദൃശ്യമാകും. നെറ്റ് സെയിൽസിലോ പ്രോഫിറ്റിലോ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതായാണ് ഈ ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രമുഖ കമ്പനി മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്. ഏകദേശം 3.92% ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 247 കോടി രൂപയോളമാണ്. 20 ലക്ഷത്തോളം ഷെയർസ് ആണ് ജുൻജുൻവാല ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ ഇൻകം ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തേത് നോക്കുമ്പോൾ -2.62%, കഴിഞ്ഞ 3 വർഷത്തേത് നോക്കുമ്പോൾ 8.29%. ഈ ഡാറ്റയിൽ നിന്നും ഈ കമ്പനിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ദൃശ്യമാകുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5 years നോക്കുമ്പോൾ -2.23% ആണ്. 3 yearsൽ അത് 6.26%, 1 yearൽ അത് 28.35%. ROE എന്ന് പറയുന്നത് 5 years 8.72%, 3 years 8.62%. ROCE എന്ന് പറയുന്നത് 5 year 11.46%, 3 year 10.85%. EPS ഗ്രോത്ത് എന്ന് പറയുന്നത് 28.35ഉം PAT മാർജിൻ എന്ന് പറയുന്നത് 45.75ഉമാണ്. ഈ ഡാറ്റകൾ ചെക്ക് ചെയ്യുമ്പോൾ 5 years ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം ഇയർ ഓൺ ബേസിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒരു വർധനവുണ്ട്. EPSലും ഒരു വർധനവ് വിസിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ 2 വർഷമായി ഈ കമ്പനി നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെന്ന്. അടുത്തതായി രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് KV ബാങ്കിലാണ്. KV ബാങ്കിൽ ഏകദേശം 4.20% ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഏകദേശം 110 കോടി രൂപയോളം വരും. 3 കോടി ഷെയർസ് ഈ കമ്പനിയിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ബാങ്കിന്റെ ചില ഡാറ്റകൾ നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത് 2500 കോടി രൂപയോളമാണ്. കാസ റേഷ്യോ 29.92% ആണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 79.93 കോടിയാണ്. ROE 9.41%, ROA 5 year 0.75%. നെറ്റ് NPAയിൽ ഒരു വർധനവുണ്ട്. അത് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5 year നെറ്റ് NPA എന്ന് പറയുന്നത് 2.58% ആണ്. 1 year അത് 4.98% ആണ്. NIM 3.31%, അഡ്വാൻസ് ഗ്രോത്ത് 8.44 ആണ്. അതുപോലെ കാസ്റ്റ് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് 5.62% ആണ്. CAR റേഷ്യോ 16%. കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റിൽ വലിയൊരു ചേഞ്ചുകൾ സംഭവിച്ചിട്ടില്ല. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലും ഒരു ഇടിവാണ് കാണുന്നത്. അതും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ EPSലും ഒരു ഡൗൺ ട്രെൻഡ് ആണ് ദൃശ്യമാകുന്നത്. രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റൊരു കമ്പനി എന്നത് ജുബിലന്റ് ലൈഫ് സയൻസ് ലിമിറ്റഡ് ആണ്. ഇതിൽ ഏകദേശം 4.41%ഓളം ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ കഴിഞ്ഞ മാർച്ചിൽ ഈ കമ്പനിയിൽ 0.96% ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ 467 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ജുൻജുൻവാലയ്ക്ക് ഈ കമ്പനിയിലുള്ളത്. അതായത് 70 ലക്ഷത്തോളം ഷെയർസ് ഈ കമ്പനിയിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ കമ്പനി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 4 സെക്ടറുകളിലാണ്: ഫാർമസ്യൂട്ടിക്കൽസ്, ലൈഫ് സയൻസ് ഇൻഗ്രീഡിയൻസ്, ഡ്രഗ്സ് ഡിസ്കവറി ആൻഡ് ഡെവലപ്മെന്റ് സൊല്യൂഷൻ, ഇന്ത്യൻ ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയവയിലാണ് അവർ ബിസിനസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
ഇനി ഇവരുടെ ചില ഡാറ്റകൾ നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് എന്നത് 10,000 കോടി രൂപയാണ്. നമ്പർ ഓഫ് ഷെയർസ് ഏകദേശം 16 കോടിയോളമാണ്. അതുപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 351.82 രൂപയാണ്. PE റേഷ്യോ 11.7ഉം PB റേഷ്യോ 1.88ഉമാണ്. ഡെബിറ്റ് എന്ന് പറയുന്നത് 4,840 കോടി രൂപയാണ്. EPS 56.39 ആണ്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 9.4% ആണ്. ഒരു വർഷത്തേത് 21.19% ആണ്. 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്നത് 33.2% ആണ്. കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഗ്രോത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ROE ഫോർ 5 ഇയേഴ്സ് എന്നത് 12.1% ആണ്. ROCE ഫോർ 5 ഇയേഴ്സ് എന്നത് 12.17%ഉമാണ്. ഈ ചാർട്ടിൽ നിന്നും ഈ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. നെറ്റ് സെയിൽ എങ്ങനെയാണ് ഇയർ ഓൺ ബേസിൽ വർദ്ധിപ്പിക്കുന്നതെന്ന് ഈ ചാർട്ടിൽ നിന്നും വ്യക്തമാകും. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലുള്ള വർധനവും നിങ്ങൾക്ക് ഇവിടെ കാണാം. 2019 ഇവരുടെ പ്രോഫിറ്റിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ആ സമയത്ത് EPSലും ഒരു ഇടിവ് സംഭവിച്ചതായി ഇൻവെസ്റ്റേഴ്സിന് കാണാം. രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള അടുത്ത കമ്പനിയാണ് അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ ഏകദേശം 5.29% ഹോൾഡിംഗ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഈ കമ്പനിയുടെ ഏകദേശം 7,75,000 ഷെയർസ് ജുൻജുൻവാല സ്വന്തമാക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 59 കോടി രൂപയാണ്. ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1985-ലായിരുന്നു. ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വാട്ടർ ആൻഡ് നോൺ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസിലാണ്. പല സെഗ്മെന്റുകളിലേക്കും ആവശ്യമായ പ്രോഡക്റ്റുകൾ ഇവർ നൽകുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുനിസിപ്പാലിറ്റി, ഹോം കമ്മ്യൂണിറ്റി തുടങ്ങി പല സെഗ്മെന്റുകളിലായി. ഇവരുടെ റവന്യൂ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: എഞ്ചിനീയറിംഗ്, കെമിക്കൽ, കൺസ്യൂമർ പ്രോഡക്ട്സ്. ഈ സെഗ്മെന്റിലെ റവന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൽ നിന്ന് 56%, കെമിക്കലിൽ നിന്ന് 35%, അതുപോലെ കൺസ്യൂമർ പ്രോഡക്റ്റിൽ നിന്ന് 9%. ഇവരുടെ റവന്യൂവിന്റെ 31% എക്സ്പോർട്ടിൽ നിന്നും 69% ഡൊമസ്റ്റിക് സെയിലിൽ നിന്നുമാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,062 കോടി രൂപയോളമാണ്. നമ്പർ ഓഫ് ഷെയർസ് 1.47 കോടിയാണ്. കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 217.52 രൂപയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 27.01% ആണ്. അത് കുറച്ച് ലോ ആണ്. EPS എന്ന് പറയുന്നത് 69.25 ആണ്. അസറ്റ് ടേൺ ഓവർ എന്നത് 1.04% ആണ്. അതുപോലെ ക്വിക്ക് റേഷ്യോ 0.95%ഉം ഇൻട്രസ്റ്റ് കവറേജ് 5.74%ഉമാണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കാം. 5 ഇയർ അത് 68.7% ആണ്. സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5 ഇയർ 7.95% ആണ്. ROE ഫോർ 5 ഇയർ 17.07%ഉം ROCE ഫോർ 5 ഇയർ 25.37%ഉമാണ്. ഇനി ലാസ്റ്റ് 5 ഇയർ ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്യാം. നെറ്റ് സെയിൽ എന്ന് പറയുന്നത് ഇവിടെ കാണാം. ഇയർ ഓൺ ബേസിൽ എങ്ങനെയാണ് നെറ്റ് സെയിൽ വർദ്ധിപ്പിക്കുന്നതെന്നും അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വരുന്ന വർധനവും ഇതിൽ നിന്ന് കാണാം. അതുപോലെ EPSലും നല്ലൊരു വർധനവ് ഇയർ ഓൺ ബേസിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് VIP ഇൻഡസ്ട്രീസിലാണ്. VIP ഇൻഡസ്ട്രീസിൽ ഏകദേശം 5.31% ഹോൾഡിംഗ്സ് അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 0.20% കൂടുതൽ ഷെയറുകൾ രാജേഷ് ജുൻജുൻവാല ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്നത് 75 ലക്ഷത്തോളമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് 199.7 കോടിയോളമാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ കമ്പനി മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ട്രാവൽ ഇൻഡസ്ട്രികളിലാണ്. 1971 സ്യൂട്ട് കേസ് നിർമ്മാണത്തിലൂടെയാണ് ഇവർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഈ കമ്പനിയുടെ കീഴിൽ വലിയ ബ്രാൻഡുകളും അതുപോലെ വളരെ വലിയ കസ്റ്റമർ ബേസുമുണ്ട്. VIP ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 3,747 കോടിയാണ്. നമ്പർ ഓഫ് ഷെയർസ് എന്നത് 14 കോടിയോളമാണ്. ബുക്ക് വാല്യൂ 43.17 റുപ്പീസ് ആണ്. ഇവരുടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തേത് 12.9% ആണ്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 20.31% ആണ്. ROE 22.91 ആണ്. അതുപോലെ ROCE ഫോർ 5 ഇയേഴ്സ് 32.84 ആണ്. ഇവരുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെറ്റ് സെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇയർ ഓൺ ബേസിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒരു വർധനവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. EPSലും ഒരു വർധനവുണ്ട്. അതായത് കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറോണ കാരണം ചില പ്രതിസന്ധികൾ ഇവരുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. ഫ്യൂച്ചറിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കമ്പനി തന്നെയാണ് VIP ഇൻഡസ്ട്രീസ്. രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റൊരു കമ്പനിയാണ് ക്രിസിൽ ലിമിറ്റഡ്. ഏകദേശം 5.49% ഹോൾഡിംഗ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. അതായത് 602 കോടി രൂപയാണ് അതിന്റെ ഇന്നത്തെ വാല്യൂ. 39 ലക്ഷത്തോളം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അദ്ദേഹം ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ ക്രിസിൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു റേറ്റിംഗ് ഏജൻസിയാണ്. ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖ കമ്പനികൾക്ക് റേറ്റിംഗ് നൽകുന്ന ഏജൻസിയാണ് ക്രിസിൽ. അതുപോലെ വളരെ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളിൽ ഒന്നാണ് ക്രിസിൽ. കാരണം ഈ മേഖല എന്ന് പറയുന്നത് ഹൈലി റെഗുലേറ്റഡ് ആണ്. ഗവൺമെന്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയൂ.
ചോദിക്കൂ. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 4-5 സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഉള്ളൂ. അതിൽ ഒരു പ്രമുഖ കമ്പനിയാണ് ക്രിസിൽ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 11,000 കോടി രൂപയോളം വരും. അതുപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 164 രൂപയാണ്. EPS 49.03 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 67.24% ആണ്. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തേത് 6.68% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5.08% ആണ് ഫോർ 5 ഇയേഴ്സ്. ROE 5 ഇയേഴ്സ് 32.69%ഉം ROCE 45.26%ഉമാണ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാം. നെറ്റ് സെയിൽ 2015 മുതൽ 2019 ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2018 കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും റേറ്റിംഗ് ഏജൻസിക്ക് കഴിഞ്ഞ ഇയർ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതായത് മണി ബേസിൽ പല കമ്പനികൾക്കും റേറ്റിംഗ് കൊടുക്കുന്നു എന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ നെറ്റ് സെയിലിൽ ഉണ്ടായ ഇടിവിൻ്റെ കാരണം. ആ സമയങ്ങളിൽ പല കമ്പനികളും റേറ്റിംഗ് അത്ര നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും EPSലും വന്ന വർധനവ് ഈ ചാർട്ടിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് കാണാൻ കഴിയും. രാകേഷ് ജുൻജുൻവാല ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു കമ്പനിയാണ് ടൈറ്റാൻ. 5.53% ഹോൾഡിംഗ്സ് ആണ് അദ്ദേഹത്തിന് ഈ കമ്പനിയിലുള്ളത്. മാർച്ച് ക്വാർട്ടറിൽ ഏകദേശം 1.16%ഓളം ഈ കമ്പനിയുടെ ഷെയറുകൾ ജുൻജുൻവാല സെൽ ചെയ്തിരുന്നു. ഏകദേശം 5 കോടിയോളം ഷെയറുകൾ അദ്ദേഹത്തിന് ഈ കമ്പനിയിലുണ്ട്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 4,795 കോടിയാണ്. ടൈറ്റൻ എന്ന കമ്പനി 1984 ടാറ്റ ഗ്രൂപ്പും അതുപോലെ തമിഴ്നാടു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തമ്മിൽ രൂപം നൽകിയ ഒരു കമ്പനിയാണ്. അന്ന് ആ കമ്പനി മെയിനായി ഫോക്കസ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമായ വാച്ചുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു. 1995 ടൈറ്റൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി ഇന്ത്യയിൽ കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകളും അവർ ആരംഭിച്ചു. അത് കഴിഞ്ഞ് 2007 അവർ ഒപ്റ്റിക്കൽ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കടന്നിരുന്നു. അതായത് ഫ്രെയിംസ്, ഐവേസ്, കോൺടാക്ട് ലെൻസസ്, സൺഗ്ലാസ് തുടങ്ങിയ പ്രോഡക്റ്റുകൾ. ഇന്ത്യയിൽ കൂടാതെ ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ ഇന്ന് അവരുടെ പ്രോഡക്റ്റുകൾ സെൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാച്ച് മേക്കേഴ്സിൽ ഒന്നാണിവർ. ഏകദേശം 1595 സ്റ്റോറുകൾ ഇവരുടെ കീഴിൽ വരുന്നുണ്ട്. 11,000-ലധികം മൾട്ടി ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ ഇവരുടെ വാച്ചുകൾ സെൽ ചെയ്യുന്നുണ്ട്. ടൈറ്റന്റെ ആനുവൽ റവന്യൂ എന്ന് പറയുന്നത് $28 ബില്യൺ ആണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 86,683 കോടിയാണ്. അതുപോലെ നമ്പർ ഓഫ് ഷെയർസ് എന്നത് 88.78 കോടിയാണ്. PE റേഷ്യോ 57.74%ഉം PB റേഷ്യോ 13%ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 75.12 റുപ്പീസ് ആണ്. ഡെപ്റ്റ് ഏകദേശം 40.08 കോടിയോളമാണ്. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 52.91% ആണ്. EPS 16.91 ആണ്. ഇനി 5 ഇയർ സെയിൽസ് ഗ്രോത്ത് എന്നത് 12.6%ഉം 1 ഇയർ അത് 22.7%ഉമാണ്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഫോർ 5 ഇയേഴ്സ് 13.61%ഉം 1 ഇയർ അത് 25.9%ഉമാണ്. ROE എന്ന് പറയുന്നത് 23.27% ആണ് ഫോർ 5 ഇയേഴ്സ്. 1 ഇയർ അത് 24.94% ആണ്. അതുപോലെ 5 ഇയർ ROCE 31.33%ഉം 1 ഇയർ അത് 37.67%ഉമാണ്. ഇനി 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മാർച്ച് 2015 ഏകദേശം 11,000 കോടിയോളമായിരുന്നു നെറ്റ് സെയിൽസ്. അത് 2019 ആകുമ്പോഴേക്ക് 19,000 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വളർച്ച ഈ ഡാറ്റയിൽ നിന്നും വ്യക്തമാവുന്നതാണ്. മറ്റൊന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അതിൽ വന്ന വർധനവ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അതായത് മാർച്ച് 2015 പ്രോഫിറ്റ് ഏകദേശം 816.25 കോടി രൂപയായിരുന്നു. അത് 2019 ആകുമ്പോഴേക്ക് ഏകദേശം 1,390 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് EPSലും ഒരു വർധനവുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല റിട്ടേൺ നൽകിയ സ്റ്റോക്കായിരുന്നു ടൈറ്റൻ. അതുപോലെ ഫ്യൂച്ചറിലും നല്ല സ്കോപ്പുള്ള ഒരു കമ്പനി തന്നെയാണ് ടൈറ്റൻ. അടുത്ത അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആഗ്രോടെക് ഫുഡ് ലിമിറ്റഡിലാണ്. ഈ കമ്പനിയിൽ ഏകദേശം 5.75% ഹോൾഡിംഗ് ആണ് ജുൻജുൻവാലക്കുള്ളത്. അതുപോലെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ ഏകദേശം 1.66% ഷെയറുകൾ അദ്ദേഹം സെൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് 72.3 കോടി രൂപയാണ്. ഈ കമ്പനി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് മാർക്കറ്റിംഗും അതുപോലെ അതിന്റെ ഇൻഗ്രീഡിയന്റ് മാർക്കറ്റിംഗുമാണ്. റെഡി ടു കുക്ക് സ്നാക്സും റെഡി ടു ഈറ്റ് സ്നാക്സുമാണ് ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ആഗ്രോടെക് ഫുഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1,300 കോടി രൂപയോളമാണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 2.44 കോടിയാണ്. PE റേഷ്യോ 48.44ഉം PB റേഷ്യോ 3.18ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 167.73 രൂപയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 51.77% ആണ്. EPS 13.89 റുപ്പീസ് ആണ്. 5 ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ 1.51%ഉം 1 ഇയർ അത് 1.57%ഉമാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് 5 ഇയറിൽ നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് 3 ഇയർ നോക്കുമ്പോൾ 13.88ഉം 1 ഇയർ അത് 8.53ഉമാണ്. 5 ഇയർ ROE 9.73 ആണ്.
1 ഇയർ അത് 10.02 ആണ്. 5 ഇയർ ROCE 13.45%, 1 ഇയർ അത് 14.33%. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നെറ്റ് സെയിൽസിൽ വലിയൊരു വർധനവ് ഈ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും വർധനവില്ല. 2015 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 36.92 കോടി രൂപയായിരുന്നു. 2019 34.25 കോടി രൂപയായി കുറയുകയാണ് ചെയ്തത്. അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം EPSലും വലിയ വർധനവ് ഈ സ്റ്റോക്ക് നൽകിയിട്ടില്ല. രാകേഷ് ജുൻജുൻവാല ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു കമ്പനിയാണ് ഡെൽറ്റ ക്രോപ്പ് ലിമിറ്റഡ്. ഏകദേശം 7.38% ഹോൾഡിംഗ്സ് ആണ് അദ്ദേഹത്തിന് ഈ കമ്പനിയിലുള്ളത്. ടോട്ടൽ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 185.7 കോടി രൂപയാണ്. 2 കോടി ഷെയറുകളാണ് ഈ കമ്പനിയിൽ ജുൻജുൻവാല സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 3 മേഖലകളിലാണ്: ഓഫ്ലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി. ഈ കമ്പനിയാണ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത ഏക കാസിനോ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫീൽഡിലെ മാർക്കറ്റ് ലീഡറാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഈ ഫീൽഡിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരു കമ്പനി കൂടിയാണിത്. ഡെൽറ്റ ക്രോപ്പിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 2525 കോടി രൂപയാണ്. അതുപോലെ നമ്പർ ഓഫ് ഷെയർസ് എന്നത് 27 കോടിയാണ്. PE റേഷ്യോ 13.6ഉം PB റേഷ്യോ 1.29%ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 72.14 രൂപയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 32.7% ആണ്. EPS 6.85 റുപ്പീസ് ആണ്. ഇനി ഡെൽറ്റ ക്രോപ്പിന്റെ സെയിൽസ് ഗ്രോത്ത് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ നോക്കുമ്പോൾ 7.43% ആണ്. 3 ഇയേഴ്സ് അത് 28.68%ഉം 1 ഇയർ അത് 31.56%ഉമാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഫോർ 5 ഇയേഴ്സ് നോക്കുമ്പോൾ 24.59% ആണ്. 3 ഇയേഴ്സ് അത് 69.17%ഉം അതുപോലെ 1 ഇയർ അത് 26.34%ഉമാണ്. 5 ഇയർ ROE എന്ന് പറയുന്നത് 6.58ഉം 1 ഇയർ അത് 10.91ഉമാണ്. അതുപോലെ 5 ഇയർ ROCE എന്നത് 11.78ഉം അതുപോലെ 1 ഇയർ അത് 17.13%ഉമാണ്. 5 ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ നെറ്റ് സെയിൽ 2015 മുതൽ 2019 വരെ കാലഘട്ടത്തിൽ എത്ര നല്ല രീതിയിലാണ് വർദ്ധിച്ചതെന്ന്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒരു വർധനവ് ദൃശ്യമാണ്. അഡ്ജസ്റ്റഡ് EPSലും ഒരു വർധനവ് ഈ കമ്പനിയിൽ കാണാൻ കഴിയും. ഇനി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റൊരു കമ്പനി എസ്കോട്ട് ആണ്. എസ്കോട്ടിൽ ഏകദേശം 7.42% ഇൻവെസ്റ്റ്മെന്റ് ആണ് ജുൻജുൻവാലക്കുള്ളത്. ടോട്ടൽ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് 934.2 കോടിയാണ്. ഏകദേശം 91 ലക്ഷം ഷെയർസ് അദ്ദേഹം ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. റവന്യൂ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്ത് എസ്കോട്ടിന്റെ ബിസിനസിനെ 3ആയി ക്ലാസിഫൈ ചെയ്യാം. എസ്കോട്ട് അഗ്രികൾച്ചർ മെഷീനറി, ഇതിൽ നിന്നാണ് ഇവരുടെ റവന്യൂവിന്റെ 76% വരുന്നത്. എസ്കോട്ട് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് 17% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സെഗ്മെന്റ് ആണ്. മറ്റൊന്നാണ് റെയിൽവേ എക്യുപ്മെന്റ് ഡിവിഷൻസ്. 6.4% ആണ് ഈ ബിസിനസ്സിൽ നിന്ന് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ കീഴിൽ ഏകദേശം 1000-ലധികം ഡീലർഷിപ്പുകളും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. 1200-ലധികം സെയിൽസ് ആൻഡ് സർവീസ് ഔട്ട്ലെറ്റുകളും ഈ കമ്പനിയുടെ കീഴിൽ വരുന്നുണ്ട്. എസ്കോട്ടിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 12,000 കോടി രൂപയാണ്. നമ്പർ ഓഫ് ഷെയർസ് 12.26 കോടിയാണ്. PE റേഷ്യോ എന്ന് പറയുന്നത് 26.58ഉം PB റേഷ്യോ 4.03ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 254.32 റുപ്പീസാണ്. ഡെബിറ്റ് ഏകദേശം 280 കോടിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 14.25% ആണ്. EPS 38.53 ആണ്. ഈ കമ്പനിയുടെ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആണ്. പക്ഷേ 3 ഇയേഴ്സ് അത് 21.02%ഉം 1 ഇയർ അത് 23.68%ഉമാണ്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5 ഇയർ 14.12% ആണ്. 3 ഇയർ അത് 89.57%ഉം 1 ഇയർ അത് 37.89%ഉമാണ്. ROE നോക്കുമ്പോൾ 5 ഇയേഴ്സ് അത് 10.92% ആണ്. 3 ഇയേഴ്സ് അത് 15.37%ഉം 1 ഇയർ അത് 34.57%ഉമാണ്. ROCE ഫോർ 5 ഇയേഴ്സ് എന്നത് 15.56% ആണ്. 3 ഇയേഴ്സ് അത് 22.02%ഉം 1 ഇയർ അത് 28.17%ഉമാണ്. ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാം. ഇതിൽ 5 ഇയർ ഡാറ്റയാണ് ചെക്ക് ചെയ്യുന്നത്. 2015 മുതൽ 2019 വരെയുള്ള ഡാറ്റയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നെറ്റ് സെയിലിൽ 2016 ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്നത് ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ട്രാക്ടർ ബിസിനസ്സിലാണ്. ഇതൊരു സൈക്ലിക് ബിസിനസ് ആണ്. അതായത് ചില സമയങ്ങളിൽ സെയിൽസ് വളരെ കൂടുതലായിരിക്കും, എന്നാൽ ചിലപ്പോൾ സെയിൽസ് കുറഞ്ഞേക്കാം. പ്രധാനമായും ഇവർ അഗ്രികൾച്ചർ ഫീൽഡിൽ ഡിപ്പെൻഡ് ചെയ്താണ് ബിസിനസ് ചെയ്യുന്നത്. 2016 അഗ്രികൾച്ചർ ഫീൽഡിലെ ഡൗൺ ട്രെൻഡ് ഇവരെ നെഗറ്റീവായി എഫക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇയർ ഓൺ ബേസിൽ നെറ്റ് സെയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കാം. അതിലും ഇയർ ഓൺ ബേസിൽ ഒരു വർധനവുണ്ട്. അതുപോലെ അഡ്ജസ്റ്റ് EPSൽ വന്ന വർധനവും ഈ ചാർട്ടിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് കാണാൻ കഴിയും.
രാകേഷ് ജുൻജുൻവാല ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിയോജിറ്റ് ഫൈനാൻഷ്യൽ സർവീസ് ആണ്. ഇതിൽ ഏകദേശം 7.57% ഹോൾഡിംഗ് ആണ് അദ്ദേഹത്തിനുള്ളത്. അത് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 65 കോടി രൂപയോളം വരും. 1,80,00,000 ഷെയർസ് ആണ് അദ്ദേഹം ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ജിയോജിറ്റ് 32 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം 480 ഓഫീസുകൾ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റുമായി പ്രവർത്തിച്ചു വരുന്നു. 10 ലക്ഷത്തോളം കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ അസറ്റ് അണ്ടർ കസ്റ്റഡി 2019 ഫൈനാൻഷ്യൽ ഇയർ പ്രകാരം ഏകദേശം 40,000 കോടി രൂപയോളമാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 842.39 കോടി രൂപയാണ്. നമ്പർ ഓഫ് ഷെയർസ് ഏകദേശം 23.83 കോടിയാണ്. അതുപോലെ PE റേഷ്യോ 23.6ഉം PB റേഷ്യോ 1.59ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 22.23 റുപ്പീസ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 62.13% ആണ്. EPS എന്ന് പറയുന്നത് 1.50 റുപ്പീസ് ആണ്. ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത് 5 years 6.67%ഉം പ്രോഫിറ്റ് ഗ്രോത്ത് ഫോർ 5 years 20.3%ഉമാണ്. അതുപോലെ ROE ഫോർ 5 years എന്നത് 12.3%ഉം ROCE 18.34%ഉമാണ്. ഇനി ഈ കമ്പനിയുടെ 2015 മുതലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയൊരു ഓപ്പറേറ്റിംഗ് ഇൻകം കാണാൻ കഴിയില്ല. കൂടാതെ ഡൗണിലേക്കാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും വലിയൊരു വർധനവ് ഉണ്ടായിട്ടില്ല, അതും ഡൗണിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അഡ്ജസ്റ്റഡ് EPSലും ഒരു റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബിൽകെയർ എന്ന കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് രാകേഷ് ജുൻജുൻവാല നടത്തിയിട്ടുള്ളത്. ബിൽകെയറിൽ ഏകദേശം 8.48% ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. അതിന്റെ ടോട്ടൽ വാല്യൂ ഏകദേശം 11 കോടി രൂപയോളമാണ്. ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്നത് 19 ലക്ഷത്തോളമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ പാക്കിംഗ്, ഗ്ലോബൽ ക്ലിനിക്കൽ സർവീസ്, അതുപോലെ R&D സർവീസുകളാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 131 കോടി രൂപയോളമാണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 2.35 കോടിയാണ്. അതുപോലെ ഡെബിറ്റ് 2269 കോടിയോളമാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 30.01% ആണ്. EPS -97.62 ആണ്. കുറച്ചു കാലങ്ങളായി ഈ കമ്പനി ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തിലും വലിയ റിഡക്ഷൻ ആണ് കമ്പനിയിൽ ഇയർ ഓൺ ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജുൻജുൻവാലയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റാലീസ് ഇന്ത്യ ലിമിറ്റഡിലാണ്. ഇതിന്റെ ഏകദേശം 9.93%ഓളം ഹോൾഡിംഗ്സ് ആണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 0.14%ഓളം ഹോൾഡിംഗ്സ് അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 518 കോടിയോളം രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് 1,93,00,000 ഷെയറുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. റാലീസ് ഇന്ത്യ എന്ന് പറയുന്നത് 168 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇവർ 80% ഇന്ത്യൻ ഡിസ്ട്രിക്റ്റുകളിൽ റീച്ച് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. അതായത് സീഡ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, സോയിൽ കണ്ടൻസിയേഷൻ, അതുപോലെ പ്ലാന്റ് ഗ്രോത്ത്, ന്യൂട്രീഷൻ തുടങ്ങിയവയാണ് ഇവരുടെ മെയിൻ ബിസിനസ് ഏരിയ. ഇവർ പല ആഗ്രോ പ്രോഡക്റ്റുകൾ മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. 60% ഇവരുടെ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രി ഇൻപുട്ട് ആണ്. അതുപോലെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് 12%, അതുപോലെ അതർ അഗ്രി ഇൻപുട്ട് 2%. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 5149 കോടി രൂപയോളമാണ്. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 19.45 ക്രോസ് ആണ്. PE റേഷ്യോ 27.86ഉം PB റേഷ്യോ 3.65ഉമാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 72.48 റുപ്പീസ് ആണ്. ഡെബിറ്റ് 65 കോടി രൂപയോളമാണ്. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 50.05 ആണ്. EPS എന്ന് പറയുന്നത് 9.51 ആണ്. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കുമ്പോൾ 4.41%ഉം 1 ഇയർ അത് 13.5%ഉമാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഫോർ 5 years എന്ന് പറയുന്നത് 2.83%ഉം 1 ഇയർ അത് 18.67%ഉമാണ്. 5 ഇയർ ROE എന്ന് പറയുന്നത് 17.53ഉം 1 ഇയർ അത് 13.63%ഉമാണ്. 5 ഇയർ ROCE എന്ന് പറയുന്നത് 22.52%ഉം 1 ഇയർ അത് 17.48%ഉമാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മാർച്ച് 16 മുതൽ മാർച്ച് 20 വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നെറ്റ് സെയിൽ എന്ന് പറയുന്നത് 2016 1529 കോടി രൂപയാണ്. അത് മാർച്ച് 2020 ഏകദേശം 2251 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്ന വർധനവും നിങ്ങൾക്ക് ഇവിടെ കാണാം. EPSലും ഒരു വർധനവുണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതൊരു സൈക്ലിക് ബിസിനസ്സായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇവർ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. അഗ്രികൾച്ചർ ഇൻപുട്ട് കൂടുമ്പോൾ ഇവരുടെ ഷെയർ വാല്യൂ യൂഷ്വലി കൂടാറുണ്ട്. ഈ കമ്പനിയുടെ ഷെയർ വാല്യൂ ചാർട്ട് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. രാകേഷ് ജുൻജുൻവാലയ്ക്ക് 24% ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ആപ്ടെക് ലിമിറ്റഡ്. ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് 99 കോടി രൂപയാണ്. അതുപോലെ ഏകദേശം 96 ലക്ഷം ഷെയർസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കമ്പനിയുടെ ചെയർമാൻ കൂടിയാണ് രാകേഷ് ജുൻജുൻവാല. ആപ്ടെക് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് IT സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ്. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 1986 മുതലാണ് ഈ ഫീൽഡിൽ ഈ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവർ ഡിജിറ്റൽ ഇൻഫർമേഷൻ ടെക്നോളജി, ബാങ്കിംഗ്, ഫൈനാൻസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഈ മേഖലകളിൽ ട്രെയിനിങ് പ്രോഗ്രാം നൽകി വരുന്നു.
അടുത്തതായി ജുൻജുൻവാലക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിയാണ് NCC. ഇതിൽ അദ്ദേഹത്തിന് ഏകദേശം 10.2% ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. അതിന്റെ ടോട്ടൽ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 197.9 കോടിയോളമാണ്. അതായത് 6,20,00,000 ഷെയർ അദ്ദേഹം ഈ കമ്പനിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. NCC എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978-ലായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായാണ് NCCയെ കൺസിഡർ ചെയ്യുന്നത്. പല ബിസിനസ് ഡിവിഷൻസും ഈ കമ്പനിയുടെ കീഴിൽ വരുന്നുണ്ട്. അതായത് ബിസിനസ് ആൻഡ് ഹൗസിംഗ്, വാട്ടർ ആൻഡ് എൻവയൺമെന്റ്, ഇറിഗേഷൻ, റോഡ്, മെറ്റൽ, പവർ തുടങ്ങി പല സെക്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് NCC. NCCയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1889 കോടി രൂപയാണ്. നമ്പർ ഓഫ് ഷെയർസ് 60.98 കോടിയാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 80.45 റുപ്പീസ് ആണ്. ഡെബിറ്റ് ഏകദേശം 2691 കോടി രൂപയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 19.57% ആണ്. EPS എന്ന് പറയുന്നത് 5.52 ആണ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 11.56 ആണ്. 3 ഇയർ അത് 10.62ഉം 1 ഇയർ അത് 53.69ഉമാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഫോർ 5 ഇയേഴ്സ് എന്ന് പറയുന്നത് 123.28ഉം 3 ഇയർ അത് 72.33ഉം 1 ഇയർ അത് 294.96 ആണ്. ഇനി 5 ഇയേഴ്സ് ROE നോക്കുമ്പോൾ 4.72% ആണ്. 3 ഇയർ അത് 6.1%ഉം 1 ഇയർ അത് 13.28%ഉമാണ്. ROCE ഫോർ 5 ഇയേഴ്സ് എന്നത് 13.4% ആണ്. 3 ഇയേഴ്സ് അത് 13.94%ഉം 1 ഇയർ അത് 21.19%ഉമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 2018ഉം 2019ഉം കമ്പയർ ചെയ്യുമ്പോൾ വലിയ വർധനവ് കാണാൻ കഴിയും. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും EPSലും ഒരു വർധനവുണ്ട്. ഇത്രയും കമ്പനികളിലാണ് രാകേഷ് ജുൻജുൻവാലക്ക് 3% മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷെയറുകൾ. ഇതിൽ ഓരോ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ടത് ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല. ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനികളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനികളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും നിങ്ങളുടേതായ റിസർച്ചുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നിയാൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഷെയർ മാർക്കറ്റിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.